2 രാജാക്കന്മാർ അധ്യായം 8. അനന്തരം എലീശ താൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീയോട്, നീയും നിന്റെ ഭവനവും പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസം ചെയ്തുകൊള്ളുവീൻ. യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു, അത് 7 സംവത്സരം ദേശത്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു. അവളും ഭവനവും ഫെലിസ്ത്യദേശത്ത് പോയി 7 സംവത്സരം പരദേശവാസം ചെയ്തു. 7 സംവത്സരം കഴിഞ്ഞിട്ട് അവൾ ഫെലിസ്ത്യദേശത്തു നിന്ന് മടങ്ങി വന്നു. പിന്നെ അവൾ തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിപ്പാൻ ചെന്നു. അന്നേരം രാജാവ് ദൈവപുരുഷന്റെ ബാല്യക്കാരനായ ഗേഹസിയോട് സംസാരിക്കയിൽ, എലീശ ചെയ്ത വൻകാര്യങ്ങളൊക്കെയും നീ എന്നോട് വിവരിച്ചു പറക എന്ന് കൽപ്പിച്ചു. മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. അപ്പോൾ ഗേഹസി, യജമാനനായ രാജാവേ, ഇവൾ തന്നെ ആ സ്ത്രീ, എലീശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണമെന്ന് കൽപ്പിച്ചു. അനന്തരം എലീശ ദമ്മേശെക്കിൽ ചെന്നു. അന്ന് അരാം രാജാവായ ബെൻഹദദ് ദീനം പിടിച്ചു കിടക്കുകയായിരുന്നു. ദൈവപുരുഷൻ വന്നിട്ടുണ്ട് എന്ന് അവന് അറിവ് കിട്ടി. രാജാവ് ഹസായേലിനോട് ഒരു സമ്മാനം എടുത്തുകൊണ്ട് ദൈവപുരുഷനെ ചെന്ന് കണ്ടു. ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് അവൻ മുഖാന്തരം യഹോവയോട് എന്ന് പറഞ്ഞു. അങ്ങനെ ഹസായേൽ ദമ്മേശെക്കിലെ വിശേഷ വസ്തുക്കളിൽ നിന്നൊക്കെയും എടുത്ത് 40 ഒട്ടകച്ചുമടുമായി അവനെ ചെന്ന് കണ്ടു. അവൻ്റെ മുൻപിൽ നിന്നു, നിന്റെ മകൻ അരാം രാജാവായ ബെൻഹദദ് എന്നെ നിന്റെ അടുക്കൽ അയച്ചു. ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എലീശ, നീ ചെന്ന് അവനോട് നിനക്ക് നിശ്ചയമായിട്ട് സൗഖ്യം വരും എന്ന് പറക, എന്നാൽ അവൻ നിശ്ചയമായി മരിച്ചു പോകുമെന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവന് ലജ്ജ തോന്നുവോളം അവൻ കണ്ണു പറിക്കാതെ അവനെ ഉറ്റുനോക്കി. ദൈവപുരുഷൻ കരഞ്ഞു. യജമാനൻ കരയുന്നത് എന്ത് എന്ന് ഹസായേൽ ചോദിച്ചതിന് അവൻ, നീ ഇസ്രായേൽ മക്കളോട് ചെയ്യുവാനിരിക്കുന്ന ദോഷം ഞാൻ അറിയുന്നതുകൊണ്ട് തന്നെ നീ അവരുടെ ദുർഗങ്ങളെ തീയിട്ട് ചുടുകയും അവരുടെ യൗവനക്കാരെ വാൾകൊണ്ട് കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ചു തകർക്കുകയും അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഈ മഹാകാര്യം ചെയ്യുവാൻ നായായിരിക്കുന്ന അടിയൻ എന്തുമാത്രമുള്ളൂ എന്ന് ഹസായേൽ പറഞ്ഞതിന് എലീശ, നീ അരാമിൽ രാജാവാകും എന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എലീശയെ വിട്ടു പുറപ്പെട്ടു തൻ്റെ യജമാനന്റെ അടുക്കൽ വന്നപ്പോൾ, എലീശ നിന്നോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു. നിനക്ക് നിശ്ചയമായി സൗഖ്യം വരും എന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പിറ്റേന്നാൾ അവൻ ഒരു കമ്പിളി എടുത്തു വെള്ളത്തിൽ മുക്കി അവൻ്റെ മുഖത്തിട്ടു. അതിനാൽ അവൻ മരിച്ചുപോയി. ഹസായേൽ അവനു പകരം രാജാവായി തീർന്നു. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ മകനായ യോരാമിൻ്റെ 5-ാം ആണ്ടിൽ യഹോശാഫാത്ത് യഹൂദയിൽ രാജാവായിരിക്കുമ്പോൾ തന്നെ യഹൂദ രാജാവായ യഹോശാഫാത്തിൻ്റെ മകൻ യഹോരാം രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണു. ആഹാബിൻ്റെ മകൾ അവന് ഭാര്യയായിരുന്നതുകൊണ്ട് അവൻ ആഹാബിൻ്റെ ഗ്രഹം ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എങ്കിലും യഹോവ തൻ്റെ ദാസനായ ദാവീദിനോട് അവനും അവൻ്റെ മക്കൾക്കും എന്നേക്കും ഒരു ദീപം നൽകും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നതുകൊണ്ട് അവൻ്റെ നിമിത്തം യഹൂദയെ നശിപ്പിപ്പാൻ തനിക്ക് മനസ്സായില്ല. അവൻ്റെ കാലത്ത് ഏദോമ്യർ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ചു തങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു.
അപ്പോൾ യഹോരാം സകല രഥങ്ങളുമായി സായീരിലേക്ക് ചെന്നു. എന്നാൽ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏദോമ്യരെയും രഥനായകന്മാരെയും തോൽപ്പിച്ചു ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഓടിപ്പോയി. അങ്ങനെ ഏദോമ്യർ യഹൂദയുടെ മേലധികാരത്തോട് ഇന്നുവരെ മത്സരിച്ചു നിൽക്കുന്നു. ആ കാലത്ത് തന്നെ ലിബ്നയും മത്സരിച്ചു. യഹോരാമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോരാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ മകൻ യോരാമിൻ്റെ 12-ാം ആണ്ടിൽ യഹൂദ രാജാവായ യഹോരാമിൻ്റെ മകൻ അഹസ്യാവ് രാജാവായി. അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 22 വയസ്സായിരുന്നു. അവൻ 1 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അഥല്യ എന്നു പേർ. അവൾ ഇസ്രായേൽ രാജാവായ ഒമ്രിയുടെ പൗത്രിയായിരുന്നു. അവൻ ആഹാബ് ഗ്രഹത്തിൻ്റെ വഴിയിൽ നടന്നു. ആഹാബ് ഗ്രഹം ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ ആഹാബിൻ്റെ ഗ്രഹത്തോട് സംബന്ധമുള്ളവൻ ആയിരുന്നുവല്ലോ. അവൻ ആഹാബിൻ്റെ മകനായ യോരാമിനോടുകൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക് അരാം രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യുവാൻ പോയി. എന്നാൽ അരാമ്യർ യോരാമിനെ മുറിവേൽപ്പിച്ചു. അരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ രാമയിൽ വെച്ച് അരാമ്യർ തന്നെ വെട്ടിയ മുറിവുകൾക്ക് ഇസ്രായേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോയി. ആഹാബിൻ്റെ മകനായ യോരാം രോഗിയാകൊണ്ട് യഹൂദ രാജാവായ യഹോരാമിൻ്റെ മകൻ അഹസ്യാവ് ഇസ്രായേലിൽ അവനെ കാണുവാൻ ചെന്നിരുന്നു. 2 രാജാക്കന്മാർ അധ്യായം 9. എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലെയാദിലെ രാമോത്തിലേക്ക് പോക. അവിടെ എത്തിയ ശേഷം നിംഷിയുടെ മകനായ യഹോശാഫാത്തിൻ്റെ മകൻ യേഹു എവിടെയിരിക്കുന്നു എന്ന് നോക്കി അകത്ത് ചെന്ന് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോക. പിന്നെ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിക്കാതെ ഓടിപ്പോരുക. അങ്ങനെ പ്രവാചകനായ ആ യൗവനക്കാരൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. അവൻ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. നായക, എനിക്ക് നിന്നോടൊരു കാര്യം അറിയിപ്പാനുണ്ട് എന്നവൻ പറഞ്ഞതിന്, ഞങ്ങൾ എല്ലാവരിലും വെച്ച് ആരോട് എന്ന് യേഹു ചോദിച്ചു. നിന്നോട് തന്നെ നായക എന്നവൻ ഉത്തരം പറഞ്ഞു. അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കടന്നു. അപ്പോൾ അവൻ തൈലം അവൻ്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ യഹോവയുടെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെയും രക്തത്തിനും ഇസബേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനനായ ആഹാബിൻ്റെ ഗ്രഹത്തെ നീ സംഹരിച്ചു കളയണം. ആഹാബ് ഗ്രഹം അശേഷം മുടിഞ്ഞു പോകണം. ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെയും ഞാൻ ഛേദിച്ച് കളയും. ഞാൻ ആഹാബ് ഗ്രഹത്തെ നെബാത്തിൻ്റെ മകനായ യൊരോബയാമിൻ്റെ ഗ്രഹത്തെപ്പോലെയും അഹിയാവിൻ്റെ മകനായ ബയശയുടെ ഗ്രഹത്തെപ്പോലെയും ആക്കും. ഇസബേലിനെ ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും. അവളെ അടക്കം ചെയ്യുവാൻ ആരുമുണ്ടാകയില്ല. പിന്നെ അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹു തൻ്റെ യജമാനൻ്റെ ഭൃത്യന്മാരുടെ അടുക്കൽ പുറത്തു വന്നപ്പോൾ ഒരുത്തൻ അവനോട്, എന്താകുന്നു വിശേഷം? ആ ഭ്രാന്തൻ നിന്റെ അടുക്കൽ വന്നതെന്തിന് എന്ന് ചോദിച്ചു. അതിന് അവൻ അവരോട്, നിങ്ങൾ ആ പുരുഷനെയും അവൻ പറഞ്ഞ കാര്യത്തെയും അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാറെ അവർ, അത് നേരല്ല,
നീ ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞതിന് അവൻ, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്നാദിയായി ഇന്നിന്ന കാര്യങ്ങൾ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഉടനെ അവർ ബന്ധപ്പെട്ടു ഓരോരുത്തൻ താന്താന്റെ വസ്ത്രമെടുത്ത് കോവണി പടികളിന്മേൽ അവന്റെ കാൽക്കൽ വിരിച്ചു, കാഹളമൂതി യേഹൂ രാജാവായി എന്ന് പറഞ്ഞു. അങ്ങനെ നിംഷിയുടെ മകനായ യഹോശാഫാത്തിന്റെ മകൻ യേഹൂ യോരാമിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. യോരാമും എല്ലാ ഇസ്രായേലും അരാം രാജാവായ ഹസായേൽ നിമിത്തം ഗിലെയാദിലെ രാമോത്തിനെ കാവലാക്കി സൂക്ഷിച്ചിരുന്നു. അരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ അരാമ്യർ തനിക്ക് ഏൽപ്പിച്ച മുറിവുകൾക്ക് ഇസ്രായേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോന്നിരുന്നു. എന്നാൽ യേഹൂ, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഇസ്രായേലിൽ ചെന്ന് ഇതറിയിക്കേണ്ടതിന് ആരും പട്ടണം വിട്ടുപോകാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ യേഹൂ രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. യോരാം അവിടെ കിടക്കുകയായിരുന്നു. യോരാമിനെ കാണുവാൻ യഹൂദ രാജാവായ അഹസ്യാവും അവിടെ വന്നിരുന്നു. ഇസ്രായേലിലെ ഗോപുരമുകളിൽ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു. അവൻ യേഹൂവിൻ്റെ കൂട്ടം വരുന്നത് കണ്ടിട്ട്, ഞാൻ ഒരു കൂട്ടത്തെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോരാം, നീ ഒരു കുതിരച്ചേവകനെ വിളിച്ച് അവരുടെ നേരെ അയക്കണം, അവൻ ചെന്ന് സമാധാനമോ എന്ന് ചോദിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഒരുത്തൻ കുതിരപ്പുറത്ത് കയറി അവനെ എതിരേറ്റ് ചെന്നു. സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്ക് എന്ത് കാര്യം? തിരിഞ്ഞ് എൻ്റെ പുറകിൽ വരിക എന്ന് യേഹൂ പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ, ദൂതൻ അവരുടെ അടുക്കലോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല എന്നറിയിച്ചു. അവൻ മറ്റൊരുത്തനെ കുതിരപ്പുറത്ത് അയച്ചു. അവനും അവരുടെ അടുക്കൽ ചെന്നു, സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം? തിരിഞ്ഞ് എൻ്റെ പുറകിൽ വരിക എന്ന് യേഹൂ പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ, അവനും അവരുടെ അടുക്കലോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല. ആ ഓടിക്കുന്നത് നിംഷിയുടെ മകനായ യേഹൂ ഓടിക്കുന്നത് പോലെ ഇരിക്കുന്നു. ഭ്രാന്തനെ പോലെയല്ലോ അവൻ ഓടിച്ചു വരുന്നത് എന്ന് പറഞ്ഞു. ഉടനെ യോരാം, രഥം പൂട്ടുക എന്ന് കൽപ്പിച്ചു. രഥം പൂട്ടിയ ശേഷം ഇസ്രായേൽ രാജാവായ യോരാമും യഹൂദ രാജാവായ അഹസ്യാവും താന്താന്റെ രഥത്തിൽ കയറി യേഹൂവിൻ്റെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിയനായ നാബോത്തിന്റെ നിലത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റു. യേഹൂവിനെ കണ്ടപ്പോൾ യോരാം, യേഹൂവെ, സമാധാനമോ എന്ന് ചോദിച്ചു. അതിന് യേഹൂ, നിന്റെ അമ്മയായ ഇസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ യോരാം രഥം തിരിച്ച് ഓടിച്ചുകൊണ്ട് അഹസ്യാവോട്, അഹസ്യാവേ, ഇത് ദ്രോഹം എന്ന് പറഞ്ഞു. യേഹൂ വില്ലു കുലച്ച് യോരാമിനെ ഭുജങ്ങളുടെ നടുവേ എയ്തു. അമ്പ് അവന്റെ ഹൃദയം തുളഞ്ഞു, മറുപുറം കടന്നു, അവൻ രഥത്തിൽ ചുരുണ്ടു വീണു. യേഹൂ തന്റെ പടനായകനായ ബിദ്കാരോട് പറഞ്ഞത്, അവനെ എടുത്ത് ഇസ്രായേലിയനായ നാബോത്തിന്റെ നിലത്തിൽ എറിഞ്ഞു കളക. ഞാനും നീയും ഒരുമിച്ച് അവന്റെ അപ്പനായ ആഹാബിന്റെ പിന്നാലെ കുതിരയേറി പോകുമ്പോൾ നാബോത്തിന്റെ രക്തവും അവന്റെ മക്കളുടെ രക്തവും ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്നു സത്യം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഈ നിലത്ത് വെച്ച് ഞാൻ നിനക്ക് പകരം വീട്ടുമെന്നും യഹോവ അരുളിച്ചെയ്യുന്നു എന്നിങ്ങനെ യഹോവയുടെ ഈ അരുളപ്പാട് അവന് വിരോധമായി ഉണ്ടായെന്ന് ഓർത്തുകൊള്ളുക. അവനെ എടുത്ത് യഹോവയുടെ വചനപ്രകാരം തന്നെ ഈ നിലത്തിൽ എറിഞ്ഞു കളക. യഹൂദ രാജാവായ അഹസ്യാവ് ഇത് കണ്ടിട്ട് ഉദ്യാനഗ്രഹത്തിന്റെ വഴിയായി ഓടിപ്പോയി. യേഹൂ അവനെ പിന്തുടർന്നു. അവനെയും രഥത്തിൽ വെട്ടിക്കളവീൻ എന്ന് കൽപ്പിച്ചു. അവർ യിബ്ലെയാമിന് സമീപത്തുള്ള ഗൂർ കയറ്റത്തിങ്കൽ വെച്ച് അവനെ വെട്ടി. അവൻ മെഗിദ്ദോവിലേക്ക് ഓടിച്ചെന്നു, അവിടെ വെച്ച് മരിച്ചുപോയി. അവന്റെ ഭൃത്യന്മാർ അവനെ രഥത്തിൽ വെച്ച് യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു.
ആഹാബിന്റെ മകനായ യോരാമിന്റെ 11-ാം ആണ്ടിലായിരുന്നു അഹസ്യാവ് യഹൂദയിൽ രാജാവായത്. യേഹു ഇസ്രായേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തൻ്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്കൽ കൂടി നോക്കി. യേഹു പടിവാതിൽ കടന്നപ്പോൾ അവൾ, യജമാനനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു. അവൻ തൻ്റെ മുഖം കിളിവാതിൽക്കലേക്ക് ഉയർത്തി, ആരുള്ളൂ എൻ്റെ പക്ഷത്ത്, ആരുള്ളൂ എന്ന് ചോദിച്ചു. എന്നാറെ 2-3 ഷണ്ഡന്മാർ പുറത്തേക്ക് നോക്കി. അവളെ താഴെ തള്ളിയിടുവീൻ എന്ന് അവൻ കൽപ്പിച്ചു. ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു. അവൻ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്ത ശേഷം ആ ശപിക്കപ്പെട്ടവളെ ചെന്ന് നോക്കി അടക്കം ചെയ്യുവീൻ, അവൾ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു. അവർ അവളെ അടക്കം ചെയ്യുവാൻ ചെന്നാറെ അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളുമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അവർ മടങ്ങിവന്ന് അവനോട് അതറിയിച്ചു. അപ്പോൾ അവൻ, ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ ഇസബേലിന്റെ മാംസം തിന്നു കളയും, അത് ഇസബേലെന്ന് പറവാൻ കഴിയാതവണ്ണം ഇസബേലിന്റെ പിണം ഇസ്രായേൽ പ്രദേശത്ത് വയലിലെ ചാണകം പോലെയാകും എന്നിങ്ങനെ യഹോവ തിശ്ബ്യനായ ഏലിയാവ് എന്ന തൻ്റെ ദാസൻ മുഖാന്തരം അരുളിച്ചെയ്ത വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു.